കുണ്ടലിനി യോഗ ചെയ്യുന്നത് അപകടമാണെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതിൽ ഏതാണ് ശരിയായ വേ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അത്. ആ ഒരു ശരിയായ വേ ഏതാണെന്നായിരിക്കും പറയാൻ പോകുന്നത്. അതായത് കുണ്ടലിനി യോഗ ശരിയായ രീതിയിൽ ചെയ്തില്ല എങ്കിൽ, ശരിയായ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് അഭ്യസിച്ചില്ല എന്നുണ്ടെങ്കിൽ അപകടമാണ് എന്ന് കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ്? അതായത് ഒരു വ്യക്തി ഭൂമിയിലേക്ക് ജനിച്ച് വീഴുന്നത് അവൻ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. അവൻ്റെ ഇന്ദ്രിയങ്ങൾ, അതായത് ഫാസ്റ്റ് ലൈഫിൽ ഇരുന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരിക. അപ്പോൾ ഇറങ്ങി വരുമ്പോൾ അവൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെ പുതിയ പുതിയ കാര്യങ്ങളെ അവൻ കണ്ട്, പുതിയ സ്ഥലത്ത് പുതിയ കാര്യങ്ങളെ കണ്ട് ഇന്ദ്രിയങ്ങളിലൂടെ അവൻ ഗ്രഹിച്ച്, അത് ഓരോരുത്തരും അവൻ്റെ ബോധം കൂടി കൊണ്ടാണ് ഇരിക്കുന്നത്. അതിൽ വൈകാരികതയുണ്ടാവും, ഒരുപാട് ഇമോഷണൽ അവസ്ഥ ഉണ്ടാവും, ഒരുപാട് സന്തോഷിക്കുന്ന അവസ്ഥ ഉണ്ടാവാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഞാനെന്ന ഭാവം, ഞാൻ എവിടെയാണ് അവിടെയാണ് നമ്മൾ ഉള്ളതെന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ ആ ഞാനെന്ന ഭാവത്തിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ ബോധം, അത് ഭൂകുണ്ടലിനി എന്നാണ് പറയും. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയെ ശക്തി ഉയർത്താൻ ശ്രമിക്കുമ്പോൾ അവന് എവിടെയാണ് ഇരുത്തം വരുന്നത് എന്നാണ് ചിന്തിക്കേണ്ടത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും നാമരൂപങ്ങളിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ എവിടെ നിന്നാണ് പഠിച്ചത്? നിങ്ങൾ പുസ്തകത്തിലൂടെ, അല്ലെങ്കിൽ ഗുരുക്കന്മാർ ചൂണ്ടിക്കാണിച്ച് തന്ന പിക്ചർ, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കണ്ടത്, കാതുകൊണ്ട് കേട്ടത്, അല്ലെങ്കിൽ തൊക്കുകൊണ്ട് അറിഞ്ഞത്, നാവ് കൊണ്ട് ജപിച്ചത്, ഇതെല്ലാം സബ് കോൺഷ്യസ് മൈൻഡിൽ ഓൾറെഡി ഇരിക്കുകയാണ്. നിങ്ങളുടെ തലച്ചോറ് അവിടെ നിന്ന് തിരഞ്ഞെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിലൊരു വസ്തുവിലാണ് നിങ്ങൾ യോഗം ചെയ്യുന്നത് എങ്കിൽ നിങ്ങളുടെ സ്ഥാനം സബ് കോൺഷ്യസ് മൈൻഡിലാണ്. അപ്പം നിങ്ങൾ ഏകാഗ്രമാകുന്നത് അവിടെയാണ്. അപ്പം നിങ്ങളുടെ വൈകാരികമായ കാര്യങ്ങളും സന്തോഷമുള്ള സ്ഥലത്ത് തന്നെയാണ് നിങ്ങൾ ഇരിക്കുക. അപ്പോൾ അവിടെ ഇരുന്നിട്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ എന്തായി മാറും? തികഞ്ഞ ഏകാഗ്രതയുള്ളൊരു വ്യക്തി, പവർഫുള്ളായ വ്യക്തിയായി മാറും. അങ്ങനെയുള്ള നിങ്ങളുടെ കണ്ണുകളിലൂടെ, കാതുകളിലൂടെ, ഇന്ദ്രിയങ്ങളിലൂടെ ഏതെങ്കിലും തരത്തിൽ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന വിഷയം കാണേണ്ടിയും കേൾക്കേണ്ടിയും വന്നാൽ നിങ്ങൾക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയില്ല. നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇരിക്കാൻ പഠിച്ചൊരു വ്യക്തിയാണ്. നിങ്ങളുടെ കൺട്രോൾ പോവും, അപകടകരമായ രീതിയിലേക്ക് പോവും. കൂടുതൽ പോയാൽ വിഷയമാവുകയും ചെയ്യും. പഴയ കാലത്ത് കേട്ടിട്ടുണ്ടാവും, ഈ ബ്രാഹ്മണർ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്ന്. അത് ഈ മറ്റുള്ള ജാതിക്കാരെ ഒഴിവാക്കാൻ വേണ്ടി എഴുതി വെച്ചതല്ലത്. യഥാർത്ഥ സത്യത്തെ അറിയാവുന്നതുകൊണ്ട് അവർ തന്നെയാണ് അത് എഴുതി വെച്ചത്. അത് ജാതി തിരിച്ചതല്ല അവിടെ യഥാർത്ഥത്തിൽ. കാരണം ബ്രഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ സ്വീകരിച്ചവൻ എന്നാണ്. ബ്രാഹ് എന്ന് പറഞ്ഞാൽ ദേവി, അല്ലെങ്കിൽ ചൈതന്യം, അല്ലെങ്കിൽ പ്രപഞ്ചം, അല്ലെങ്കിൽ സത്യം, ബ്രഹ്മ എന്നാണ്. ആ ബ്രഹ്മത്തെ മണം എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക എന്നുള്ളത്. ബ്രഹ്മത്തിന് നാമരൂപങ്ങളൊന്നുമില്ല. ആ ബ്രഹ്മത്തെ സ്വീകരിച്ചവൻ വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ. അപ്പോൾ എന്താ അങ്ങനെ പറയാൻ കാരണം? അപ്പോൾ യഥാർത്ഥത്തിൽ ബ്രഹ്മത്തിലിരിക്കുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് വേണം നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ. എങ്കിൽ മാത്രമേ അപകടകരമല്ലാത്ത രീതിയിലേക്ക് പോകും. കാര്യം ബ്രഹ്മത്തിലിരിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് ദീക്ഷ തരുമ്പോൾ നിങ്ങൾ തീർച്ചയായും അയാളോടൊപ്പം ബ്രഹ്മത്തിലേക്ക് പോകും. ബ്രഹ്മത്തിലിരിക്കുന്ന വ്യക്തിയാണ് കയറിട്ട് തന്നതെങ്കിൽ ചെളിക്കുണ്ടിൽ കിടക്കുന്ന നിങ്ങൾ ചെളിക്കുണ്ടിൽ നിന്നും അയാളിരിക്കുന്ന സേഫായ സ്ഥലത്തേക്കായിരിക്കും പോവുക. അവിടെ ഇരിക്കുന്ന ഒരാൾ വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ. അവരെ സംബന്ധിച്ച് ഡിറ്റാച്ചിൽ നിന്നാണ് പ്രവർത്തിക്കുക. സബ് കോൺഷ്യസ് മൈൻഡ് അല്ല, അത് മൂന്നാമതൊരു തലം, 3 ഡയമെൻഷൻ എന്ന് പറയും. ആ മൂന്നാമത്തെ തലത്തിരിക്കുന്ന വ്യക്തിക്ക് ഉറപ്പായിട്ട് ഇതിൻ്റെ ഗുണവും ഉണ്ടാവും, മറ്റു വിഷയങ്ങളും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ശരിയായ രീതിയിലല്ല നിങ്ങൾ കുണ്ടലിനി ഉണർത്തുന്നെങ്കിൽ അപകടകരമാണെന്ന് എഴുതി വെച്ചിരിക്കുന്ന ഷോർട്ട് ഫോമാണ് പുസ്തകത്തിലുള്ളത്.